ഹേ ഗായ്സ്, കുറേ ദിവസമായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നൊരു കുഞ്ഞൊരു ലോങ് വീഡിയോ ആണ്. ഒരു ക്ലീനിങ് റൊട്ടീനാണ് കേട്ടോ. കുറച്ചധികം ദിവസമായി നമ്മുടെ വീടൊക്കെ ഒന്ന് പൊടിയടിച്ചൊക്കെ വൃത്തിയാക്കിയിട്ട്. അപ്പോൾ എന്നോട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 1-2 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തോർത്ത് കെട്ടിയിട്ട് വൃത്തിയാക്കണമെന്ന്. എന്നിട്ട് എനിക്കൊരു വേറൊരു ചേച്ചി വീഡിയോ ചെയ്തേക്കുന്നതിൻ്റെ ലിങ്കും കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അതേപോലെ തോർത്ത് കെട്ടിയിട്ട് ഏകദേശം അതുപോലെയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കുളമായിട്ട് കിടക്കും കേട്ടോ. നീലൂട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം വീട് അടിച്ചു വാരി തൂത്തിട്ടോ തുടച്ചിട്ടോ ഒന്നുമില്ല. ഞാനിപ്പോൾ ഇന്നെന്തായാലും തുടയ്ക്കുന്നില്ല, അതിനുള്ള ആവതും കൂടി ഇല്ല. അപ്പോൾ കുറച്ചൊരു ആവത് വന്നപ്പോഴത്തേനും ഞാനൊന്ന് പൊടിയൊക്കെ അടിച്ച് എല്ലാം ഒന്ന് പറക്കി ഒതുക്കി സെറ്റാക്കാമെന്ന് ചോദിച്ചു. ഇപ്പോൾ പിന്നെ ന്യൂസ് പേപ്പർ വരുത്തുന്നത് കൊണ്ട് ഈ വീട് മൊത്തം ന്യൂസ് പേപ്പറാട്ടോ. നീലൂട്ടൻ എടുത്തുകൊണ്ട് പോകും അങ്ങോട്ട്. പിന്നെ നമ്മുടെ തയ്യൽ മെഷീൻ്റെ മുകളിൽ മൊത്തം ന്യൂസ് പേപ്പർ. പിന്നെ ടി വിയുടെ താഴെ ഇത്തിരി സ്ഥലമുണ്ട്, അവിടെ എല്ലാം ന്യൂസ് പേപ്പർ. അതെല്ലാം പറക്കി അടുക്കി ഞാൻ ആ ഒരു പേസ്റ്റ് ബോർഡ് ഇരിക്കുന്നുണ്ടോ അതിനകത്തോട്ടാക്കാം. അവിടെയാണ് കേട്ടോ ചേട്ടായുടെ ബാഗും പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പറുകളും പിന്നെ ഹെൽമെറ്റും എല്ലാം കൊണ്ടുവന്ന് വെക്കുന്നത് അവിടെ. പിന്നെ അവിടെ എല്ലാം നല്ല പൊടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 1 മാസത്തോളമായി പൊടിയടിച്ച് തൂത്തിട്ട്. അല്ലെങ്കിൽ ഞാൻ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ പൊടിയടിച്ചും വലയടിച്ചും ഒക്കെ ക്ലീൻ ആക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചധികം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നേ. പനിയടിച്ചിട്ട് മൊത്തത്തിൽ കിടപ്പായി, പിന്നെ ക്ഷീണവും കാര്യങ്ങളുമായി. അത് കഴിഞ്ഞപ്പം പിന്നെ BP കുറവ്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അതൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഇന്ന് രാവിലെയും BP-യുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, BP ലോ ആവുന്നതിൻ്റെ. അപ്പോൾ പിന്നെ ചേട്ടൻ രാവിലെ നാരങ്ങ വെള്ളത്തിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് തന്ന് അത് കുടിച്ച് ഒരു മണിക്കൂർ കിടന്ന് റെസ്റ്റ് എടുത്തപ്പോഴത്തേനും ഇത്തിരി ഒന്ന് ഓക്കെ ആയി. അപ്പോഴാണ് ഞാൻ ചാടി എഴുന്നേറ്റത്. എല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു പ്രയാസം. ഹാള് മാത്രമേ ഇന്ന് ഒതുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി ഒരു ബെഡ്റൂമും അടുക്കള ഒതുക്കാനാണെങ്കിൽ ഒരു ദിവസം ഫുൾ എടുക്കും. അതുകൊണ്ട് ഞാൻ അടുക്കളയിലോട്ട് കൈവച്ചിട്ടില്ല. നമ്മൾ കുക്ക് ചെയ്യുന്ന ഭാഗവും അവിടെയൊക്കെ ഒന്ന് തുടച്ച്, അത് ദിവസവും തുടയ്ക്കുന്നതാണ്, എന്നാലും അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നേ ഉള്ളൂ. നല്ല വലയുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് വല അടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ദൈവമേ ഇതൊക്കെ ഇത്രയും വലയായോ ഈ ഇത്രയും ദിവസം ഒന്ന് അടിക്കാതിരുന്നപ്പോഴത്തേനും. പിന്നെ നമ്മുടെ ഫോട്ടോസിൻ്റെ കാര്യം പിന്നെ പറയണ്ട, അവിടെ മൊത്തവും വലയാണ് കേട്ടോ. ഫോട്ടോ നിറച്ചും വലയടിച്ചിരിക്കുക. പിന്നെ ഒന്ന് തൊട്ടാൽ അത് ഊരിപ്പോരും എന്നുള്ള അവസ്ഥയിലാണ് ഫോട്ടോസ് ഇരിക്കുന്നത്. ഫോട്ടോസ് ഊരിപ്പോയാലും കുഴപ്പമില്ല, പക്ഷെ പൊട്ടിപ്പോകരുത്, അതേ ഉള്ളൂ. ഇങ്ങനത്തെ കുറേ ഫോട്ടോസ് ഇങ്ങനെ വെക്കുമ്പം കാണാനും പിന്നെ നമ്മളുടെ മെമ്മറീസൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇങ്ങനെ പൊടി കയറുന്ന കാര്യം വരുമ്പോഴത്തേനും ഫോട്ടോസ് ഇങ്ങനെ വെക്കുമ്പം ഭയങ്കര വല്ലാത്തൊരു ഇതാട്ടോ. പൊടി അടിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, പൊടി ഇങ്ങനെ ഇളകി വീഴും. വലയടിച്ച് ഭയങ്കര പാടാട്ടോ ഈ ഫോട്ടോസ് ഇങ്ങനെ ഇരിക്കുമ്പം. ഭിത്തിയിൽ 1-2 ഫോട്ടോസ് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് അപ്പോൾ തോന്നും. പിന്നെ അതെല്ലാം ഒന്ന് അടിച്ച് ഒരു ദിവസം ഫുള്ളിരുന്ന് ഫോട്ടോസ് എല്ലാം എടുത്ത് തുടയ്ക്കണം കേട്ടോ. അതിനി ഒരു ദിവസം അവധുള്ള ഒരു ദിവസം നോക്കി എടുക്കണം. പിന്നെ അവിടെ മൊത്തം വലയായിരുന്നേ. ഫാനിലും ഞാൻ ഇന്ന് കൈവയ്ക്കുന്നില്ല കേട്ടോ. ഫാന് തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരാളും കൂടി വേണം. കാരണം മേളിൽ എന്താ പറയുക, സ്റ്റൂളും എല്ലാം ഇട്ടിട്ട് കയറാനല്ലേ. അതുകൊണ്ട് ഞാൻ ഫാൻ കൈവയ്ക്കുന്നില്ല. പിന്നെ നമ്മുടെ ആ ഒരു ഫോട്ടോ ഫ്രെയിം ഇരിക്കുന്നിടത്തും പിന്നെ ഈ ഒരു ബൾബ് ട്യൂബ് ലൈറ്റ്, അതിൻ്റെ അവിടെയൊക്കെ നല്ല പൊടിയുണ്ടായിരുന്നു. കുറച്ചധികം ദിവസമായില്ലേ നമ്മൾ പൊടിയൊക്കെ അടിച്ചിട്ട്. ഞാനിപ്പം തുടയ്ക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നല്ല പൊടിയാണ്. ഭയങ്കരമായിട്ട് പൊടിയും ചെലന്തി വലയും ഏറ്റവും കൂടുതൽ. ഇല്ലാത്ത സാധനങ്ങളില്ല, എന്ത് സാധനം കൊണ്ടുവന്നാലും നേരെ അതിൻ്റെ മുകളിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ ഇരുന്ന് അങ്ങ് പൊടിയടിക്കും. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല അവിടെ സാധനങ്ങൾ വെക്കല്ലേ എന്ന്. എന്നാലും കൈ അങ്ങോട്ടേ പോവുള്ളൂ. പിന്നെ ഈ ഒരു കമ്പ് ഇത് മൊത്തം പോയിരിക്കും കേട്ടോ. ഇനി പുതിയൊരെണ്ണം വാങ്ങിക്കണം. അത് നീട്ടി വെക്കാനായിട്ട് പറ്റുന്നില്ല. നീട്ടി അങ്ങോട്ട് വെച്ചാലും അത് ചെറുതായി വരുമോ. പൊക്കം ഉള്ളിടത്തൊന്നും വലയടിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ അവിടെ എല്ലാം പൊടിയെല്ലാം ഒന്ന് അടിച്ച്, ഏറ്റവും കൂടുതൽ വലയും പൊടിയും ഈ മൂല ഉണ്ടല്ലോ, ഈ ഭിത്തിയുടെ മൂല, ആ അറ്റത്ത് മൂലയ്ക്കാട്ടോ പൊടികളൊക്കെ. പിന്നെ ഈ ജനൽ എപ്പോഴും ചേട്ടായി ഉള്ളപ്പോഴാണ് ജനൽ അങ്ങനെ തുറക്കാറില്ല. ചേട്ടായിക്ക് ഈ വെട്ടം കയറുന്നത് അങ്ങനെ അധികം ഇഷ്ടമല്ല. ചേട്ടായിയാണെങ്കിൽ ജനൽ അടച്ചിട്ടിട്ട് ബെഡ്ഷീറ്റ് വെച്ച് കവർ ചെയ്തിടും കേട്ടോ, വെട്ടം അടിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അതെല്ലാം തുറന്നിടും, എനിക്ക് ഇത്തിരി കാറ്റും വെളിച്ചമൊക്കെ കയറണം അതുകൊണ്ട്. അപ്പോൾ ഇത് തുറക്കാതെ 2-3 ദിവസം കുറേ ദിവസം ഇട്ടിരുന്നതുകൊണ്ട് അവിടെ മൊത്തം വലയും കയറി. ചിലന്തിക്ക് നല്ല കുശാലായിട്ട് വല കെട്ടിയിരിക്കാനായിട്ടൊക്കെ പറ്റുമായിരുന്നെന്ന് തോന്നുന്നു.
പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ബെഡ് എന്നും അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. എല്ലാം നല്ല രീതിയിൽ വിരിച്ചിട്ടായിരിക്കും കിടക്കുന്നത്. നേരം വെളുക്കുമ്പോൾ അത് നീലൂട്ടനാണെങ്കിൽ ചവിട്ടി പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളഞ്ഞ്, പിന്നെ നീലൂട്ടൻ്റെ തുണികളാട്ടോ ഞാൻ നനയ്ക്കാനായിട്ട് പറക്കിക്കൊണ്ട് പോകുന്നത്. അവിടെ ഇവിടെയൊക്കെ അങ്ങ് ഊരിയിടും. പിന്നെ ഞാൻ പറയും നനയ്ക്കാനുള്ള തുണി ബാസ്ക്കറ്റിൽ കൊണ്ടിടണം എന്നൊക്കെ പറയും. പറയുമ്പോൾ ചെയ്യും കേട്ടോ, അല്ലാത്തപ്പോൾ മൈൻഡ് ചെയ്യത്തില്ല, അവ അവിടെ കളഞ്ഞിട്ട് അങ്ങ് പോവും. പിന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ച് തട്ടിക്കുടഞ്ഞ് അതൊക്കെ ഒന്ന് വിരിച്ച് ഇനി കട്ടിൽ മുകളിലോട്ടാക്കണം കേട്ടോ. കാരണം അവിടെ തൂക്കണമെങ്കിൽ കട്ടിൽ മുകളിലോട്ടാക്കണം, ഇല്ലെങ്കിൽ കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നീക്കി ഇടേണ്ടി വരും. പിന്നെ കട്ടിലെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട്, ഇത് നമ്മുടെ കബോർഡാട്ടോ. നമ്മൾ ഒരു റോയിൽ വിളക്കിൻ്റെ സാധനങ്ങൾ, നമ്മളെപ്പോഴും എടുക്കാത്ത വിളക്കിൻ്റെ സാധനങ്ങളൊക്കെ, പിന്നെ ഒരു റോയിൽ ബുക്കുകൾ, ഒരു റോയിൽ നീലൂട്ടൻ്റെ, 2 റോയിൽ നീലൂട്ടൻ്റെ കളിപ്പാട്ടങ്ങൾ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പറക്കി ഒതുക്കാതിരുന്ന സമയത്ത് കിട്ടുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് നേരെ ഇതിനകത്തോട്ടായിരുന്നു കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അവിടെ വെക്കേണ്ട സാധനങ്ങളും വെച്ച് ബാക്കി വേണ്ടാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ മാറ്റേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട്, അവിടെ നല്ല പൊടിയും വലയും ഉണ്ടായിരുന്നേ. വലയെക്കാട്ടി കൂടുതൽ ഇവിടെ പൊടിയായിരുന്നു, ഭയങ്കര പൊടിയായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും ഈ തോർത്ത് മുഖത്ത് മൂക്കും വായും കവർ ചെയ്ത് കെട്ടിയത് എന്തായാലും നന്നായെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും കിടപ്പായേനെ. ദാ അവിടെ ഇരുന്ന് കൊട്ടുന്നത് നീലൂട്ടൻ്റെ പുതിയ പാവയാട്ടോ, കളിപ്പാട്ടോ. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അത് നല്ല രസമുണ്ട് കേട്ടോ, ചുമ്മാ എടുത്താലും അവൻ കൊട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ബുക്കും എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ നീലൂട്ടൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി ഒക്കെ ഒന്ന് എന്താ പറയുക സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി തൂക്കാനായിട്ട് പോവാട്ടോ. വലയെല്ലാം അടിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാള് മാത്രമേ ഞാനിപ്പം എന്താ പറയുക ക്ലീൻ ആക്കുന്നുള്ളൂ. കാരണം എല്ലാം കൂടി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കിടപ്പാവും. അതുകൊണ്ട് ഒന്ന് ടയേർഡായി എന്ന് തോന്നിയപ്പോഴത്തേനും ഞാൻ നിർത്തി കേട്ടോ. വലയെല്ലാം അടിച്ച് പൊടിയെല്ലാം അടിച്ച് ഫോട്ടോയിലെയും പൊടിയെല്ലാം അടിച്ച് കളഞ്ഞിട്ട് തറയും കൂടി ഒന്ന് തൂക്കുന്നേ ഉള്ളൂ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. തുടയ്ക്കുന്നത് 2 ദിവസം കൂടെ കഴിഞ്ഞ് ബെഡ്റൂമും അടുക്കളയും കൂടി ഒന്ന് സെറ്റാക്കി, ഇതുപോലെ വലയും പൊടിയൊക്കെ അടിച്ച് സെറ്റാക്കിയതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് തുടയ്ക്കുന്നുള്ളൂ. തുടയ്ക്കുന്നത് വളരെ പെട്ടെന്ന് കഴിയും കേട്ടോ. പക്ഷേ പൊടിയടിച്ച് തൂത്തുവാരുന്നതാണ് ഭയങ്കര റിസ്ക്. വേണ്ടുന്ന സാധനങ്ങളും വേണ്ടാത്ത സാധനങ്ങളും എല്ലാം തറയിലും അവിടെ ഇവിടെയൊക്കെ കാണും. അതെല്ലാം മാറ്റി വേണ്ടുന്ന സാധനങ്ങൾ എടുത്ത് വെച്ച് വേണ്ടാത്ത സാധനങ്ങൾ എടുത്ത് മാറ്റി അങ്ങനെയൊക്കെ വേണം തൂക്കാൻ. അതുകൊണ്ട് അത് ഒത്തിരി സമയമെടുക്കും. തുടയ്ക്കുന്നത് ജസ്റ്റ് അങ്ങ് തുടച്ച് പോയാൽ മതിയല്ലോ വെള്ളം മുക്കി. പിന്നെ കട്ടിൽ പിടിച്ച് തൊട്ട് മുകളിലോട്ടാക്കിയിട്ടുണ്ട്. അവിടെയും കൂടി ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ കുറച്ച് പൊടി അവിടെയും കുറച്ച് പൊടി ഇവിടെ അങ്ങനെയൊക്കെ ഇരിക്കും, കാണാൻ പറ്റത്തില്ല കട്ടിൽ മാറ്റിയില്ലെങ്കിൽ. അങ്ങനെ കട്ടിൽ പിടിച്ച് മാറ്റിയിട്ട് അവിടെയും കൂടെ നമ്മുടെ ചെറിയ ഹാളും കൂടി ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതും കൂടി ഒന്ന് തൂത്തുവാരി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് പരിപാടി, ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടന്നു. ചെയ്യാൻ പറ്റിയില്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്ത വിമ്മിഷ്ടം കേട്ടോ. കാരണം അയ്യോ അത് ചെയ്തില്ലല്ലോ, വൃത്തികേടായിട്ട് കിടക്കുവാന്നല്ലോ എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം തൂത്തുവാരി കളഞ്ഞിട്ട് ഇനി എല്ലാം സെറ്റാക്കി ഓരോ സ്ഥലത്തും കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. അടുത്തൊരു ക്ലീനിങ് വ്ളോഗ്, അടിപൊളി ഒരു വ്ളോഗുമായിട്ട്, ഡീപ്പ് ക്ലീനിങ് വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കുറച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.